ജനാധിപത്യ രാജ്യത്ത് രാജഭരണം വീണ്ടും വന്നു. രാജഭരണം വീണ്ടും വന്നു. ഇൻകുലാബ് സിന്ദാബാദ്. അങ്ങോട്ട് കേറിക്കോ. ഫസ്റ്റ് ഇൻകുലാബ് സിന്ദാബാദ്. സിന്ദാബാദ്. CITUവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത പേരാമ്പ്ര പഞ്ചായത്തിലെ 8ഓളം ആശാവർക്കർമാർക്ക് കത്ത് കൊടുക്കുകയുണ്ടായി. പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും മെഡിക്കൽ ഓഫീസർ ഈ പരിപാടിയിൽ പങ്കെടുത്ത 8 ആശാവർക്കർമാർക്ക് നോട്ടീസ് കൊടുത്തു. ഡ്യൂട്ടി സമയത്ത് പഞ്ചായത്തിൽ അതിക്രമിച്ചു കയറിയെന്നും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് കത്ത് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ഇങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ആശാവർക്കർമാർക്ക് ഉണ്ടായിട്ടില്ല. 18 വർഷത്തോളമായി ആശാവർക്കർമാർ പല സമരവും നടത്തി വരികയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. CITUവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, രാഷ്ട്രീയം നോക്കിയല്ല CITUവിന്റെ കൊടിക്കീഴിൽ തൊഴിലാളികൾ അണിനിരക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുമ്പോ പുതിയവ നേടിയെടുക്കുന്നതിനു വേണ്ടി CITU ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വെച്ചാൽ ആ തീരുമാനം നടപ്പാക്കിയിട്ടേ പിന്നോട്ട് വലിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെയുള്ള പേരാമ്പ്രയുള്ള ഇന്ന് വന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാരണ, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഈ പേരാമ്പ്ര പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കാണ് എന്നാണ്. എന്നാൽ എനിക്ക് ബഹുമാനപ്പെട്ട ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം കുറച്ചു ദിവസം ലീവ് എടുത്തിരുന്നിട്ടായാലും ആ പഞ്ചായത്ത് രാജ് ആക്ട് ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്നിട്ട് നിങ്ങൾ ആ കസേരയിൽ വന്നിരിക്കണം. എന്തൊക്കെയാണ് നിങ്ങളുടെ അവകാശം, അധികാരം എന്നുള്ളത് നിങ്ങൾ പഠിക്കാതെ വന്നിരുന്നതിന്റെ കുഴപ്പമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഒരാശയെ സസ്പെൻഡ് ചെയ്യാൻ? ആർക്കാണ് ഇതിന് അധികാരം? ആരാണ് ഇതിന് അർഹതപ്പെട്ടയാൾ? എന്തിനാണ് ഇവിടെ ഒരു ആശയനെ സസ്പെൻഡ് ചെയ്തത്? ഇവര് പറയുന്നത് നേരത്തെ കുറച്ച് ആളുകളെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കാൻ നോക്കി, പിന്നീട് മാപ്പ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് ഇപ്പം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. UDF ഗവൺമെന്റ് വന്നേരെ ഇന്ന് മാത്രമുള്ളതല്ല, ഇവിടെ മാത്രമുള്ളതല്ല, ശ്രമിക്കുന്നുണ്ട്. മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജില്ലാ തലത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഇടപെടൽ നടത്താതിരിക്കുക എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭരണസമിതിക്ക് അധികാരമില്ല എന്നിട്ട് ഇപ്പോ ഇവർക്ക് കൊടുത്ത നോട്ടീസിന്റെ അകത്ത് ഞങ്ങൾ ഇവരെ 7 പേര് മാപ്പ് പറയണം. എന്തിന്റെ പേരിൽ? സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണോ? നിങ്ങളുടെ കോൺഗ്രസിന്റെ ആശാ വർക്കർമാർ ഇവിടുത്തെ വാർഡ് മെമ്പറായി പ്രവർത്തിച്ചില്ലേ ദീർഘകാലം? അവരത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിൽ നടന്ന ഒട്ടേറെ സമരത്തില് നിങ്ങളുടെ വാർഡ് മെമ്പർ, ആശാ വർക്കർ, INTUCന്റെ ആശാ വർക്കർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം എന്തെങ്കിലും ഒരു നടപടിയോ നോട്ടീസ് അവർക്ക് കൊടുത്തോ? കൊടുക്കാത്തത് ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം നടത്താൻ ഒരു പൗരന് അവകാശമുണ്ട്. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വിചിത്രമായ നടപടിയാണ് എടുത്തത്. ഒരു യോഗം ചേർന്ന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 3 ആളുകൾ ഒപ്പിട്ട ഒരു നടപടിക്രമമാണ് ആശാ വർക്കർമാർക്ക് കൊടുത്തത്. അതിൽ പറയുന്ന ഒരു കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലാപ്ടോപ്പ് തകർത്തു. രണ്ടാമത്തെ കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. മൂന്നാമത്തെ കാര്യം, പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ആക്രമിച്ചു. ഈ 3 ആക്രമണത്തിനും നേതൃത്വം കൊടുത്തത് സഖാവ് സുലഭയാണ്. ആ സുലഭയെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ലാപ്ടോപ്പ് ആക്രമിച്ചാൽ അയാൾക്ക് ജാമ്യം കിട്ടുമോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ജാമ്യം കിട്ടുമോ? സർക്കാർ ആഫീസ് ആക്രമിക്കുന്നത് PDPP ആക്ട് ആണ്, അവർക്ക് ജാമ്യം കിട്ടുമോ? അപ്പൊ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിൽ അന്ന് പേരാമ്പ്ര പോലീസ് ജാമ്യക്കാർ പോലുമില്ലാതെ അവരെ വിട്ടയച്ചത് ഏത് FIRന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഈ നോട്ടീസ്?
ഇനി നോട്ടീസിൽ ഒപ്പിട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റും പോട്ടെ, ഒരു മെഡിക്കൽ ഓഫീസർ MBBS കഴിഞ്ഞ ആളാണല്ലോ, അയാൾ ഈ നോട്ടീസ് അടിയിൽ ഒപ്പിടുമ്പോ എന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട് രാജഭരണോ? ഏതടിസ്ഥാനത്തെ നോട്ടീസ്? 24 മണിക്കൂർ കൊണ്ട് സുലഭയുടെ പേര് എടുത്ത നടപടി കേരള ഹൈക്കോടതി തടയും, ഒരു സംശയം വേണ്ട. പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ സമരം ആളിപ്പടരും. ആ സമരം അവസാനിപ്പിക്കാൻ സുലഭയുടെ സസ്പെൻഷനും മറ്റു താക്കീതും പിൻവലിക്കാൻ പേരാമ്പ്ര പഞ്ചായത്ത് ഭരണസഭ തയ്യാറായില്ലെങ്കിൽ പേരാമ്പ്ര പഞ്ചായത്തിന്റെ ഗേറ്റ് അടഞ്ഞു കിടക്കും, തുറക്കാൻ പറ്റില്ല. പറയിൽ നിൽക്കുന്ന പോലീസ് ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവും ഞങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അകത്ത് കിടക്കാത്തതെന്ന്. CIT അകത്ത് കിടക്കാൻ തീരുമാനിച്ചാൽ CIT അകത്തും പോലീസ് പുറത്തുമായിരിക്കും. കഴിഞ്ഞ സമരത്തിൽ ഭരണസമിതിയുടെ കീഴിൽ നമ്മുടെ ആശാവർക്കറായിട്ടുള്ള സുലഭയെ അന്യായമായി സസ്പെൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ നിരവധി ആശാവർക്കർമാർക്കെതിരെ അനീതിക്കെതിരായിട്ട് ആണ് ഇത്തരമൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും അത് മനസ്സിലാക്കാതെ തന്നെ ഒരു രാജഭരണത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന രീതിയിലാണ് പല നേതാക്കളുടെയും പ്രവർത്തനം. അതുപോലെ തന്നെയാണ് പേരാമ്പ്ര പഞ്ചായത്തിലെ പ്രസിഡന്റും കരുതിയിരിക്കുന്നത്. സസ്പെൻഷൻ ഒഴിവാക്കിയില്ലെങ്കിൽ, മാപ്പ് പറയുന്നത് നിഷേധിച്ചില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റം വരുത്താതെ